ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതാണ് നാം ഈ കാണാൻ പോകുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു, കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രത്യേക സന്ദർഭമാണിത്. പുതിയ തലമുറയ്ക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇതൊരു വലിയ പാഠമായിരിക്കട്ടെ. എന്തായാലും കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന വി ഡി സതീശനും ഒപ്പം ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ നേതാവായി പിണറായി വിജയനും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആ കൂടിക്കാഴ്ചയുടെ ആ ഒരു സൗന്ദര്യം നമുക്കൊന്ന് കാണാം. ശരി, ഞാൻ എന്റെ ഭയങ്കര ക്രൂസ് ഫാമിലിയാണ്. ഇത് പഴയ വത്സല അല്ലേ? ഹലോ, ടെൻത്തിലേക്ക് ആകിപ്പോലെ CBSE ആണോ? എവിടെയാണ്? ഞാൻ 4ാം സർവോദയാണ്. ഇത് ക്ലാസ് നേരത്തെ എന്റെ ഇഷ്യൂ ഉണ്ട്. ചൂടെപ്പോഴും വേണം. ജീവനുണ്ടല്ലോ വെള്ളം. ഗ്യാസ് വന്നില്ല. ഇന്നലെ പോയത് ഞാൻ വിളിച്ചത് കിട്ടിയില്ല. ഇന്നലെ ഞാൻ ട്രൈ ചെയ്തു. കമ്മിറ്റി അവിടെ അല്ലേ? കോഴിക്കോട് ജില്ല അല്ലേ? ഞാൻ ഷുഗർ ഉപയോഗിക്കുന്നു. 25 കൊല്ലോട്ട് ഉപയോഗിക്കുന്നു. ശബ്ദം ഫോൺ ചെയ്യണത് തന്നെ രാവിലെ ഒരു 5 മണിക്ക് പറയുന്നല്ലേ, രാത്രി 12 മണിക്ക് ഗൾഫ് വരെയൊക്കെ രാത്രി വീഴും. നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യണം. ഞാൻ ജീവന് നല്ല ചിട്ടകളാണ്. എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം പകുതി കഴിക്കുള്ളൂ. ഈ പകുതി കഴിക്കുള്ളൂ. എന്നിട്ട് അത്രയും കൂടി കഴിക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം സംസാരിക്കാൻ വേണ്ടി രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കൗതുകമുള്ള രാഷ്ട്രീയ കാഴ്ച. ഞങ്ങളിവിടുന്ന് പറയായിരുന്നു, പരസ്പരം സഭയ്ക്കകത്ത് പലതരത്തിൽ പോരടിച്ച ആളുകൾ വളരെ സൗഹാർദ്ദമായി കൈകോർത്തകത്തേക്ക് പോകുന്ന നല്ലൊരു മനോഹര കാഴ്ചയായിരുന്നു. മാത്രമല്ല രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും? അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും.
പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചു. വികസന പദ്ധതികൾ സർക്കാർ മാറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവും. ഒരു മുന്നണി സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ പിന്നീട് അടുത്ത സർക്കാർ ഒരു കാരണവശാലും മാറ്റില്ല. അത് മാറ്റുന്നത് ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ നല്ലത്? അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. വരും ദിവസങ്ങൾ എന്തായാലും കേരള ജനതയ്ക്ക് വളരെ പ്രാധാന്യമേറിയ ദിവസങ്ങളാണ്. നല്ലൊരു കേരളം കെട്ടിപ്പടുക്കാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ലക്ക്.